മിനിസ്റ്റർക്ക് തിരക്കുള്ള ഒരു ദിവസമാണ്. അവസാനമായി നാളെ പൂരത്തിലേക്ക് പോകുന്ന ജനങ്ങളോട് അങ്ങയുടെയും നമ്മുടെ എല്ലാവരുടെയും കാവൽക്കാരായ പൂരത്തിൻ്റെ പങ്കാളികളായ ജനങ്ങളോട് എന്ത് അഭ്യർത്ഥനയാണ് പൂരത്തിൻ്റെ തലേരാത്രിയിൽ മന്ത്രി എന്ന നിലയ്ക്ക് നടത്താനുള്ളത്? എല്ലാവരോടും അഭ്യർത്ഥിക്കാനുള്ളത് നമ്മുടെ എല്ലാം ആത്യന്തികമായ ലക്ഷ്യം പൂരം വിജയിക്കുക എന്നതാണ്. അതൊരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. ആ പൂരം ആത്യന്തികമായി വിജയിപ്പിക്കാൻ ഒരു മനസ്സോടെ, ഒരു വീക്ഷണത്തോടെ, ഒരേ ദൃഷ്ടിയിൽ, ഒരേ സമീപനത്തോടെ എല്ലാവരും മുന്നോട്ട് വരണമെന്ന് ഈ നാടിൻ്റെ സാംസ്കാരിക പ്രബുദ്ധതയോട് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ചും ഇത് നടക്കുന്നത് കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനമായ തൃശ്ശൂരിലാണ്. ആതിഥേയ സംസ്കാരത്തിൽ എന്നും ഉന്നത ഉദാത്തവുമായ നിലപാടുകൾ സ്വീകരിക്കുന്ന തൃശ്ശൂർ ആ പൂരത്തിൻ്റെ രംഗത്തും ഈ പൂരത്തിലേക്ക് എത്തി നോക്കുന്ന ദൃഷ്ടികളും വന്നെത്തുന്ന ആളുകളും ആ ഉന്നതമായ സാമൂഹികവും സാംസ്കാരികവുമായ നിലവാരമുയർത്തിപ്പിടിച്ച് ഈ പൂരം ഏറ്റവും മഹനീയമായി, മഹത്തരമായി ചരിത്രയേടുകളിൽ സ്ഥാനം പിടിക്കുന്ന രൂപത്തിൽ ജനപങ്കാളിത്തം കൊണ്ടും സംഘാടനം കൊണ്ടും ദൃശ്യ വിസ്മയങ്ങൾ കൊണ്ടും ഏറ്റവും ഭംഗിയായി വിജയിക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് എല്ലാവരുടെയും മനസ്സ് ഇതിനോടൊപ്പം ചേരണമേ എന്ന് വിനയപൂർവ്വം കേരളത്തിലെ ജനങ്ങളുടെ സാംസ്കാരിക പ്രബുദ്ധതയോട്, വിശ്വാസ പ്രബുദ്ധതയോട്, ഒപ്പം മതനിരപേക്ഷയുടെ സംസ്കാരത്തോട് ഞാൻ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു.